ഹായ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് വിഷു തലേന്ന് രാവിലെ എടുത്ത വീഡിയോ ആണിത്. ഒരു 7:30-8 മണിയായിട്ടാണ് എടുക്കുന്ന സമയത്ത്. ഇതാണ് ഞങ്ങളുടെ പാലക്കാട്ടിലെ വീട്. ഞങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഫസ്റ്റ് ഫ്ലോർ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഒരു 10 വർഷം മുമ്പാണ് ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോർ എടുത്തത്. മോൻ്റെയും മോളുടെയും പേരാണിത്, അർജുൻ, അഹല്യ. നല്ല സ്ഥലമാണ്, ഇരിക്കാനും സുഖമാണ്. അങ്ങനെ കച്ചറയുള്ള ഏരിയയല്ല, നല്ല നിശബ്ദമായ നല്ലൊരു ഏരിയയാണ്, ഇരിക്കാനും സുഖമുള്ളൊരു ഏരിയയാണ് കേട്ടോ. അടുത്തൊക്കെ വീടുകളുണ്ട്, പക്ഷെ എല്ലാവരും അവരവരുടെ പാട്ടിൽ അവരവരതുപോലെ നമ്മൾ ഫ്ലാറ്റിൽ എങ്ങനെ ഇരിക്കണോ അതുപോലെയാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നതും. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് അരി അരച്ച് വെച്ചിട്ടുണ്ട്, തലേന്ന് അരച്ച് വെച്ചതാണ്. പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ലേ, രാവിലെ എന്തുണ്ടാക്കണം, ഉച്ചയ്ക്ക് എന്തുണ്ടാക്കണം എന്ന് തലേന്ന് കിടക്കുമ്പോഴേ നമ്മൾ ആലോചിക്കില്ലേ? എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ ഒരു ചിന്ത. അതോ എനിക്ക് മാത്രമാണോ എന്നറിയില്ല കേട്ടോ. അങ്ങനെ ദോശ ഉണ്ടാക്കുകയാണ്. മോന് നല്ല മുരിഞ്ഞിട്ട് വേണം ദോശ ഉണ്ടാക്കുമ്പോൾ. ചായ ഉണ്ടാക്കി, ദോശ ഉണ്ടാക്കി. മോൻ കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. കഴിച്ചതിന് ശേഷം കുറച്ച് ക്ലീനിങ്ങും, വിഷു നാളെയാണല്ലോ, വിഷുവിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചതിന് ശേഷം എല്ലാം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പാവം ട്ടാ, പൂച്ചക്കുട്ടി ഭയങ്കര തളർന്ന് കിടക്കുകയായിരുന്നു. ഞാനിത് കണ്ടില്ല കേട്ടോ. ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത്. കുറച്ച് പാലും വെള്ളമൊക്കെ കൂടി കൊടുത്തതാണ്. നല്ല ദാഹത്തോടു കൂടി കുടിക്കണത് കേട്ടോ. അത്രയും ചൂടാണേ. പുറത്തിറങ്ങുമ്പോഴൊക്കെ സൂക്ഷിക്കണം കേട്ടോ എല്ലാവരും. അതും ഈ സമയത്ത് ഭയങ്കര ചൂടാണ് ഇവിടെ. മാറാലയൊക്കെ തട്ടാനുണ്ടായിരുന്നു കേട്ടോ, നിറയെ റൂമിലെല്ലായിടത്തും ഉണ്ടായിരുന്നു. പാലക്കാട് ഞങ്ങൾ മാറാല എന്നും പറയും, അതേപോലെ വാറാമല എന്നും പറയും കേട്ടോ. നിങ്ങളൊക്കെ എന്താ പറയുക എന്നുള്ളത് അറിയില്ല. അങ്ങനെ മാറാലയൊക്കെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. കിച്ചൺ നിറയെ ക്ലീൻ ചെയ്യാനുണ്ട്. തലേന്നായത് കാരണം കൊണ്ട് ഒരുപാട് പണികൾ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസം മുമ്പ് ചെയ്യുകയാണെങ്കിൽ അത് തീർത്ത് വേഗം കഴിഞ്ഞേനെ. ഇതിപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചെയ്യുമ്പോഴേ ഭയങ്കര ക്ഷീണമായി തോന്നി, വേർത്ത് ഒഴുകായിരുന്നു, ചൂടുമല്ലേ. ഇങ്ങനെ കിച്ചണിലും എല്ലായിടത്തും തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ പാത്രങ്ങളൊക്കെ മാറ്റി വെച്ചാൽ പോരല്ലോ, അതൊക്കെ കഴുകിയൊന്ന് ഉണക്കി എടുത്തിട്ട് വേണം വീണ്ടും തിരിച്ചങ്ങോട്ട് വയ്ക്കാൻ. ജനലുകളിലൊക്കെ നിറയെ പൊടികൾ നിറയെ ഉണ്ടായിരുന്നു. ഒരുവിധം കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. കുറച്ചും കൂടി ഉണ്ട് ഇനി. അത് കഴിഞ്ഞ് നമുക്ക് റൂമിലൊക്കെ മാറാല തട്ടിയതൊക്കെ അങ്ങനെ കിടക്കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി ഒന്ന് തുടച്ചെടുക്കാനുണ്ട്. പാത്രങ്ങളൊക്കെ നമ്മളിങ്ങനെ പുറത്തെടുത്താൽ മാത്രം പോരല്ലോ, അതെല്ലാം കഴുകി ഉണക്കി വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ കിച്ചൺ ഒരുവിധം ക്ലീനാക്കി കഴിഞ്ഞു കേട്ടോ. ഞങ്ങളുടെ ഒരുപാട് വലിയ കിച്ചണല്ല, കുഞ്ഞു കിച്ചണാണത്. ഇനി റൂമും ഹോളൊക്കെ ഒന്ന് അടിച്ചു വരാനുണ്ട്. കടിച്ചു വാരി തുടയ്ക്കാനും കൂടി ഉണ്ട്. എല്ലാവരും ഇങ്ങനെ തന്നെയാണോ? വിഷുവിൻ്റെ തലേന്നാണോ നിങ്ങളൊക്കെ ചെയ്തത്? ആയിരിക്കില്ല അല്ലേ, 2 ദിവസം മുമ്പേ ചെയ്ത് കാണുമല്ലേ. അവിടെ അടിച്ച് തുടച്ചെടുക്കേണ്ടത്. കണി ഒരുക്കാനുള്ള പാത്രങ്ങളാണിത്, കഴുകി ഉണങ്ങാൻ വെച്ചതാണ്. അങ്ങനെ വിഷു ദിവസം രാവിലത്തെ കണിയാണ് കേട്ടത്. ഏട്ടനും മോളും ഇല്ലാത്ത ഒരു വിഷുവായിരുന്നു ഇപ്രാവശ്യത്തെ. നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവരെ.
എന്നാലും ഞാൻ അവരെ വിളിച്ച് കണി കാണിച്ചു കൊടുത്തുട്ടാ വീഡിയോ കോളിലൂടെ. തീരെ നിവൃത്തിയില്ലാത്തത് കൊണ്ടായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് പോകാനോ അവിടുന്ന് ഇങ്ങോട്ട് വരാനോ പറ്റാത്ത സ്ഥിതിയായിരുന്നു. ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് അടുത്ത വർഷമെങ്കിലും ഒരുമിച്ച് ഞങ്ങൾക്ക് വിഷു ഒരുമിച്ചിരുന്ന് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ, പ്രാർത്ഥിക്കുകയാണ്. മോനുള്ള കൈനീട്ടമൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. അവന് വീഡിയോയിൽ വരാൻ വലിയ താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ അവനെ എടുക്കാത്തത്. കുറച്ച് കമ്പിത്തിരിയും കുറച്ച് പൂക്കുറ്റിയൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ. ഒരുപാട് പടക്കമൊന്നും വാങ്ങിയില്ല, കുറച്ച് ഉള്ളത് കൊണ്ട് നമ്മൾ വിഷു അല്ലേ ചെറുതായിട്ട് ഞങ്ങളും ആഘോഷിച്ചു. നാട്ടിലിരുന്ന് വിഷു ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ. വിഷുവൊക്കെ ആഘോഷിച്ചു, ഞങ്ങൾ സദ്യ ഉണ്ടാക്കി, സദ്യയും കഴിച്ചു. അന്നെടുത്ത 1-2 ഫോട്ടോ ഞാനും മോനും കൂടി ഉള്ളത് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.